നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ച അത്യന്തം വേദനാജനകവും നടുക്കുന്നതുമായ ഒരു വലിയ ദുരന്തത്തിന്റെ പിന്നാമ്പുറങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾക്കായി എത്തിയ ആയിരക്കണക്കിന് ഭക്തരാണ് ആ മരണക്കിണിയിൽ അകപ്പെട്ടത്. ഭക്തി നിർഭരമായ ആ പുലരിയെ നിമിഷ നേരം കൊണ്ട് ഒരു ചോരക്കളമാക്കി മാറ്റിയതിന് പിന്നിലെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തിങ്ങി നിറഞ്ഞ ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് ആരോ വലിച്ചെറിഞ്ഞ വെറുമൊരു വ്യാജ അഭ്യൂഹം. ഒരു ചെറിയ കേബിൾ വയർ പൊട്ടി വീണപ്പോൾ പടർന്നു പിടിച്ച ആ ഒരൊറ്റ നുണ കവർന്നെടുത്തത് 7 നിരപരാധികളായ ജീവനാണ്. തോക്കുകളെക്കാളും ബോംബുകളെക്കാളും വേഗത്തിൽ ഒരു വ്യാജ വാർത്തയ്ക്ക് മനുഷ്യരെ കൊന്നൊടുക്കാൻ കഴിയുമെന്നതിന്റെ നേർ സാക്ഷ്യമായിരുന്നില്ലേ അത്? അതെ, ഇത് ബീഹാറിലെ ഒരു ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമ്മുടെ കേരളത്തിലെ പുല്ലുമേട് മുതൽ മഹാരാഷ്ട്രയിലെ മന്ദർദേവിലും ഹിമാചലിലെ നൈനാദേവിയിലുമെല്ലാം നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനുകൾ കവർന്നെടുത്തത് ഇതേപോലെയുള്ള കൊടും നുണകളും വ്യാജ അഭ്യൂഹങ്ങളുമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ നമ്മളോട് പറയുന്നത്. ശാന്തമായ ഒരു ജനക്കൂട്ടത്തെ നിമിഷ നേരം കൊണ്ട് ഒരു കൂട്ടക്കുരുതിയിലേക്ക് തള്ളിവിട്ട ആ ഭീകരമായ സംഭവങ്ങളുടെ നടുക്കുന്ന യാഥാർത്ഥ്യം അത് എന്താണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. പവിത്രമായ ശ്രാവണ മാസത്തിലെ 3ാമത്തെ തിങ്കളാഴ്ച ശിവഭഗവാന് ജലാഭിഷേകം നടത്താൻ പുലർച്ചെ മുതൽ കാത്തുനിന്നത് 50,000-ത്തിലധികം വരുന്ന സാധാരണക്കാരായ ഭക്തർ. മണിക്കൂറുകളോളം ഇടുങ്ങിയ ബാരിക്കേഡുകളിൽ തിങ്ങി ഞെരുങ്ങി നിന്നുള്ള കടുത്ത ക്ഷീണം, അസഹനീയമായ ചൂട്, ശ്വാസം മുട്ടിക്കുന്ന ഒരു അന്തരീക്ഷം. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന അത്രയും അസ്വസ്ഥമായ അവസ്ഥയിലായിരുന്നു ആ വലിയ ജനക്കൂട്ടം. കൃത്യമായി ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ സംഭവം കൂടി നടക്കുന്നത്. ക്ഷേത്ര പരിസരത്തെ ഒരു ചെറിയ പോസ്റ്റ് പെട്ടെന്ന് താഴേക്ക് നിലംപതിക്കുന്നു. അതായത് വാസ്തവത്തിൽ അതൊരു സാധാരണ ടിവിയുടെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെയോ ഒക്കെ കേബിൾ വയർ മാത്രമായിരുന്നു. അതിലൂടെ ഒരു തരി വൈദ്യുതി പോലും പ്രവഹിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ നിമിഷത്തിൽ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ആരോ ഒരാൾ ആ ഭയം വിളിച്ചു പറഞ്ഞു. കറണ്ട് ലൈൻ പൊട്ടി വീണു, ആളുകൾ ഷോക്കടിച്ച് മരിക്കുന്നു. ആ വാക്കുകൾ, അതെ, അവിടെയാണ് എല്ലാം കൈവിട്ടു പോയത്. ഒരു വലിയ ആൾക്കൂട്ടത്തിന് മുന്നിൽ വസ്തുതകൾ പരിശോധിക്കാനോ യുക്തിപൂർവം ചിന്തിക്കാനോ ഉള്ള സാവകാശം പോലും ലഭിക്കില്ലല്ലോ. ആ ഒരൊറ്റ നിമിഷത്തിൽ ഭക്തിസാന്ദ്രമായ ആ അന്തരീക്ഷം ഭ്രാന്തമായ ഒരു ജീവൻ മരണ പോരാട്ടമായി മാറി. വൈദ്യുതാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരക്കം പാച്ചിലിൽ പുരുഷന്മാരുടെ വരികളിൽ ഉണ്ടായിരുന്നവർ ബാരിക്കേഡുകൾ തകർത്ത സ്ത്രീകളുടെ വരികളിലേക്ക് ആഞ്ഞു കയറി. വെറും 2 മിനിറ്റുകൾ ആ പ്രദേശം മുഴുവൻ നിലവിളികളും മരണപ്പാച്ചിലും നിറഞ്ഞ ഒരു ചോരക്കളമായി മാറി. മുന്നിൽ പോയവർ കാൽ തെറ്റി നിലത്തു വീണു. അവർക്ക് മുകളിലേക്ക് പുറകിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ ചവിട്ടി മെതിച്ചു കയറി. ശ്വാസം മുട്ടിയും ആന്തരിക ക്ഷതങ്ങളേറ്റും 7 നിരപരാധികളായ സ്ത്രീകളാണ് അവിടെ പിടഞ്ഞു മരിച്ചത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ജീവന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാത്ത ഒരു സാധാരണ കേബിൾ വയർ, അതെ, ആ വ്യാജ ഭീതിയുടെ ചിറകിലേറി കവർന്നെടുത്തത് 7 മനുഷ്യ ജീവനുകളെയല്ലേ. ഇവിടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്. ഒരു ചെറിയ നുണ ആൾക്കൂട്ടത്തിലേക്ക് വരുമ്പോൾ അത് വെറും ഒരു വാക്കല്ല, ആളിപ്പടരുന്ന തീയായാണ് മാറിയത്. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ സംഭവിച്ചതും മറ്റൊന്നുമല്ല, ഒരു മിഥ്യയുടെ പേരിൽ പരക്കം പാഞ്ഞ് ഒടുങ്ങിപ്പോയതാണ് ആ ജീവിതങ്ങൾ. എന്നാൽ ചരിത്രത്തിന്റെ താളുകൾ ഒന്ന് മറിച്ചു നോക്കിയാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതികളെല്ലാം ഒരൊറ്റ ചരടിലാണ് കോർത്തു കിടക്കുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ട വ്യാജഭയം. ഈ ഭയത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖം നമ്മൾ മലയാളികൾ കണ്ടത് 2011 ജനുവരി 14 മകരവിളക്ക് നാളിൽ പുല്ലുമേട്ടിലാണ്. കണ്ണിറയെ ദർശനം കഴിഞ്ഞ ശരണം വിളികളോടെ മലയിറങ്ങിയ ലക്ഷക്കണക്കിന് ഭക്തർ. ഇരുട്ടിൽ ഒരു ജീപ്പ് തെന്നുമാറിയ നിമിഷം ആരോ വിളിച്ചു പറഞ്ഞ വാഹനം ഇടിച്ചു കയറുന്നു എന്ന ഒരൊറ്റ നിലവിളി പുല്ലുമേടിനെ നരകതുല്യമാക്കി. പിന്നാലെ വന്നവർക്ക് മുന്നിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാനായില്ല. അവർ ഭയന്നോടി. എന്നാൽ ആ ഭയന്നോടിയ 10,000-ങ്ങൾ മുന്നിൽ വീണവരെ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പാഞ്ഞു. അന്ന് ആ ഇരുണ്ട കാട്ടുവഴിയിൽ പൊലിഞ്ഞത് 102 ഭക്തരുടെ ജീവനാണ്. ഇതേ പാറ്റേൺ തന്നെയാണ് ഈ സംഭവത്തിന് കൃത്യം 6 വർഷം മുൻപ് 2005 ജനുവരിയിൽ മഹാരാഷ്ട്രയിലെ മന്ദർദേവി കൽഭൈരവ് ക്ഷേത്രത്തിലും രാജ്യം കണ്ടത്. വാർഷിക ഉത്സവത്തിന് 3 ലക്ഷത്തോളം പേർ തിങ്ങി നിറഞ്ഞപ്പോൾ
തേങ്ങയുടച്ച എണ്ണയുടെ വഴുവഴുപ്പും സമീപത്തുണ്ടായ ചെറിയൊരു തീപ്പൊരിയും കണ്ട ക്ഷേത്രത്തിൽ വൻ സ്ഫോടനം നടന്നു എന്ന നുണ പടർന്നു എത്രേ. താഴേക്ക് പാഞ്ഞവരും മുകളിലേക്ക് ഓടിയവരും നേർക്കുനേർ കൂട്ടിയിടിച്ച സ്ത്രീകളും കുട്ടികളും അടക്കം 290 പേരാണ് അന്ന് ചതഞ്ഞറിഞ്ഞത്. അവിടെ ഒരു സ്ഫോടനമായിരുന്നെങ്കിൽ 2013 ഒക്ടോബറിൽ മധ്യപ്രദേശിലെ രത്തൻഗഡ് മാതാ ക്ഷേത്രത്തിൽ സിന്ധ് നദിക്ക് കുറുകെയുള്ള 500 മീറ്റർ നീളമുള്ള പാലത്തിൽ പടർന്നത് പാലം തകരുന്നുവെന്ന നുണയായിരുന്നു. മുന്നിൽ കാണുന്ന പാലത്തിന്റെ യാഥാർത്ഥ്യം തിരക്കാതെ നദിയിലേക്ക് എടുത്തു ചാടിയും തള്ളിക്കയറ്റത്തിൽ ശ്വാസം മുട്ടി 115 പേർ അവിടെ ജീവനറ്റു വീണു. എന്നാൽ പിന്നീട് പുറത്തു വന്ന ആ സത്യം എന്തായിരുന്നു എന്നറിയാമോ? ആ പാലത്തിന് ഒരു തകരാറും ഉണ്ടായിരുന്നില്ല എന്നാണ്. 2008 ഓഗസ്റ്റിൽ ഹിമാചലിലെ നൈനാദേവി ക്ഷേത്രത്തിൽ സംരക്ഷണ ഭിത്തിയിൽ നിന്ന് ഏതാനും കല്ലുകൾ വീണപ്പോൾ പരന്ന വൻ ഉരുൾപൊട്ടൽ എന്ന നുണ ഇടുങ്ങിയ കോൺക്രീറ്റ് വഴിയിൽ 162 പേരുടെ ശ്വാസമടക്കി. തൊട്ടടുത്ത മാസം 2008 സെപ്റ്റംബറിൽ ജോധ്പൂരിലെ മെഹ്റൻഗഡ് ചാമുണ്ട ദേവി ക്ഷേത്രത്തിൽ ബോംബ് വെച്ചിരിക്കുന്നു എന്ന അഭ്യൂഹം മറ്റൊരു ദുരന്തമായി മാറി. അന്ന് ആകെ ആ കൽപ്പടവുകളിൽ 168 മനുഷ്യരെയാണ് ചവിട്ടിയരച്ചത്. ഇതേ ഭീതി 2025 ഹരിദ്വാറിലെ മൻസാ ദേവി ക്ഷേത്രത്തിൽ ഹൈ വോൾട്ടേജ് ലൈൻ പൊട്ടി വീണു എന്ന വ്യാജ വാർത്തയായി 6 ജീവനുകൾ കവർന്നിരുന്നു. ഈ ക്രൂരമായ കളി ഉത്സവ പറമ്പുകളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. 2014 ഒക്ടോബറിൽ പട്ന ഗാന്ധി മൈതാനത്ത് രാവണ ദഹനം കണ്ടു മടങ്ങിയ കുടുംബങ്ങൾക്കിടയിലേക്ക് വൈദ്യുത ലൈൻ പൊട്ടി ആളുകൾ ഷോക്കടിച്ചു വീഴുന്നു എന്ന നുണ എറിയപ്പെട്ടപ്പോൾ ഇരുട്ടിൽ ചവിട്ടി മെതിക്കപ്പെട്ടത് 32 നിരപരാധികളാണ്. ഭൂരിഭാഗവും സ്ത്രീകളും പിഞ്ചുമക്കളും. ഭക്തി മാത്രമല്ല, വിശപ്പും ദാരിദ്ര്യവും പോലും ഇത്തരം വ്യാജ പ്രചരണങ്ങളുടെ ഇരയായിട്ടുണ്ട്. 2005 ഡിസംബറിൽ പ്രളയക്കെടുതി നേരിട്ട ചെന്നൈയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണ കൂപ്പൻ അവസാനിച്ചു, ഇനി ആർക്കും കിട്ടില്ല എന്ന നുണ 40 പാവപ്പെട്ട മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്. 2004 ലക്നൌവിൽ സൗജന്യ സാരി വിതരണത്തിനിടെ സാരി തീർന്നുപോയി എന്ന വ്യാജ വാർത്ത സൃഷ്ടിച്ച മരണപ്പാച്ചിലിൽ പിടഞ്ഞെടുത്തിയത് 21 സ്ത്രീകളാണ്. അതെ, പുല്ലുമേടിൽ തുടങ്ങി ലക്നൌ വരെ നീളുന്ന ഈ ദുരന്ത പരമ്പരകൾ തെളിയിക്കുന്നത് ഒരൊറ്റ സത്യമാണ്: വിവേചന ബുദ്ധിയില്ലാതെ ആൾക്കൂട്ടത്തിലേക്ക് എറിയപ്പെടുന്ന ഓരോ നുണയും തോക്കിൽ നിന്ന് പായുന്ന വെടിയുണ്ടേക്കാൾ മാരകമാണ്. ഒരു വലിയ ജനക്കൂട്ടം പെട്ടെന്ന് ഭ്രാന്തമായ മരണപ്പാച്ചിലിലേക്ക് മാറുന്നത് കേവലം ഒരു ആകസ്മിക സംഭവമല്ല, മറിച്ച് ആഴത്തിലുള്ള മനഃശാസ്ത്രപരമായ പ്രതിഭാസമാണ്. മനുഷ്യൻ ഒറ്റയ്ക്ക് ചിന്തിക്കുമ്പോൾ യുക്തി ഉപയോഗിക്കാറുണ്ടെങ്കിലും തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിനിടയിൽ ആ വിവേചനാധികാരം പൂർണ്ണമായും നഷ്ടപ്പെടുകയും ഒരു ക്രൗഡ് മൈൻഡ് രൂപപ്പെടുകയും ചെയ്തു. ഇതോടെ ചുറ്റുമുള്ളവരുടെ ഭയവും ചലനങ്ങളും അന്ധമായി അനുകരിക്കപ്പെടുന്നു. മുന്നിലുള്ളയാൾ നിലവിളിച്ചോടുമ്പോൾ യാഥാർത്ഥ്യം തിരക്കാതെ ഭയം ഒരു പകർച്ചവ്യാധി പോലെ പടരുമത്രേ. കറണ്ട് കേബിൾ പൊട്ടി, ബോംബ് വെച്ചു തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ തലച്ചോറിലെ ചിന്താശേഷി നിലച്ച് ഭ്രാന്തമായ രക്ഷപ്പെടൽ വെപ്രാളത്തിലേക്ക് മനുഷ്യൻ തള്ളപ്പെടുകയും ചെയ്യുമത്രേ. പിന്നെ സംഭവിക്കുന്നത് മുന്നിലുള്ള സ്ത്രീകളെയോ കുട്ടികളെയോ വകഞ്ഞു മാറ്റുന്ന ക്രൂരമായ അതിജീവന നിയമമാണത്രേ. കടുത്ത ചൂടും ക്ഷീണവും ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടും കൂടിയാകുമ്പോൾ ചെറിയൊരു അസ്വാഭാവിക ശബ്ദം പോലും വലിയൊരു ദുരന്തത്തിന് തിരികൊളുത്തുന്നു. ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ഭരണകൂടത്തിനും സംഘാടകർക്കും കൃത്യമായ ആസൂത്രണം അനിവാര്യമാണ്. ആളുകൾ വരുന്നതും പോകുന്നതുമായ വഴികൾ പൂർണ്ണമായും വേർതിരിക്കുന്ന വൺ വേ സംവിധാനം ഉറപ്പാക്കണം. ബാരിക്കേഡുകൾ ആളുകളെ കുരുക്കുന്ന മരണക്കിണികളാകാതെ തടസ്സങ്ങളില്ലാത്ത എമർജൻസി എക്സിറ്റുകൾ കൃത്യമായ ഇടവേളകളിൽ സജ്ജമാക്കണം. വ്യാജ വാർത്തകൾ നിമിഷങ്ങൾക്കകം നിഷേധിച്ച ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കാര്യക്ഷമമായ പബ്ലിക് അഡ്രസ് സിസ്റ്റം പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും ഉണ്ടായിരിക്കണം. CCTVകളും ഡ്രോണുകളും വഴി ആൾക്കൂട്ട സാന്ദ്രത നിരന്തരം നിരീക്ഷിക്കുകയും തിരക്ക് കൂടുമ്പോൾ തന്നെ പ്രവേശനം നിയന്ത്രിക്കുകയും വേണം. മെഡിക്കൽ പോസ്റ്റുകളും കൃത്യമായ മോക്ക് ഡ്രില്ലുകളും വഴി ജീവൻ അപായങ്ങൾ വലിയ തോതിൽ കുറയ്ക്കാനാകും. ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾക്കൊപ്പം ആൾക്കൂട്ടത്തിനിടയിൽ പെടുന്ന ഓരോ വ്യക്തിയുടെയും ജാഗ്രത അത് വളരെ പ്രധാനമാണ്. ഒരു അസ്വാഭാവികത കണ്ടാലും ഉറക്കെ നിലവിളിച്ച് ഭീതി പരത്താതെ സ്വയം ശാന്തത പാലിച്ച് തൊട്ടടുത്തുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു തിരക്കിൽ അകപ്പെട്ടാൽ കൈകൾ ബോക്സറെ പോലെ നെഞ്ചിൽ മുന്നിൽ മടക്കി പിടിക്കുന്ന ചെസ്റ്റ് ഷീൽഡ് പൊസിഷൻ സ്വീകരിക്കണം. ഇത് വാരിയെല്ലുകൾ തകരാതെ ശ്വാസകോശത്തിന് സ്ഥലം നൽകും.
തിരക്കിനെതിരെ നീന്താൻ ശ്രമിക്കാതെ ഒഴുക്കിനൊപ്പം സാവധാനം വശങ്ങളിലേക്ക് മാറി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങുകയാണ് വേണ്ടത്. ഒരു കാരണവശാലും നിലത്ത് വീഴുകയോ താഴെ വീണ സാധനങ്ങൾ എടുക്കാൻ കുനിയുകയോ ചെയ്യരുത്. അഥവാ വീണുപോയാൽ തലയും നെഞ്ചും സംരക്ഷിച്ച ഭ്രൂണാവസ്ഥയിൽ ചുരുങ്ങുകയും കിട്ടുന്ന ആദ്യ അവസരത്തിൽ തന്നെ ആരുടെയെങ്കിലും താങ്ങോടെ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുകയും വേണം. അതെ, ചരിത്രത്തിലെ ഓരോ ദുരന്തങ്ങളും തെളിയിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: ഒരു തോക്കോ ബോംബോ ഇല്ലാതെ ആൾക്കൂട്ടത്തിലേക്ക് എറിയപ്പെടുന്ന വെറും ഒരു വ്യാജ വാർത്തയ്ക്ക് നൂറുകണക്കിന് സ്വപ്നങ്ങളും ജീവനുകളുമാണ് ഇല്ലാതാക്കാൻ കഴിയുന്നത്. ആരാധനാലയങ്ങളോ ഉത്സവ പറമ്പുകളോ മരണക്കെണികളാകാതിരിക്കാൻ ഭരണകൂടത്തിന്റെ ക്രമീകരണങ്ങൾക്കൊപ്പം നാം ഓരോരുത്തരുടെയും വിവേകവും അനിവാര്യമാണ്. ഒരപകടം നടക്കുമ്പോൾ ഭയം പടർത്തുന്നവരല്ല, മറിച്ച് സ്വയം ശാന്തത പാലിച്ച് മറ്റുള്ളവർക്ക് വഴികാട്ടുന്നവരാകണം നമ്മൾ. നിങ്ങളുടെ ഒരു നിമിഷത്തെ ആത്മനിയന്ത്രണം രക്ഷിക്കുന്നത് ഒരു പക്ഷേ കൂടെയുള്ള നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനായിരിക്കും. ഈ സുരക്ഷാ ബോധം സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഈ വിവരങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെ ആയാലും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.